കുവൈത്തിൽ വാഹനാപകടത്തിൽപ്പെട്ട് 7 ബഹ്റൈൻ പൗരന്മാർക്ക് പരിക്ക്. ഇറാഖിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത്. വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നെന്നും പരിക്കുകൾ സാരമല്ലെന്നും അധികൃതർ അറിയിച്ചു. വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ മാറാനുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കി LMRA. രാജിക്കത്ത് തെളിയിക്കുന്ന രേഖയും 1 വർഷം പൂർത്തിയാക്കിയെന്ന വ്യവസ്ഥയും വേണം. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്ക് ആവശ്യമായ ലൈസൻസ് ഉണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. മന്ത്രാലയം നൽകിയ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർമാരെ കുട്ടികളുടെ യാത്രാ ആവശ്യങ്ങൾക്കായി നിയോഗിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ജലസംരക്ഷണത്തിനായി 3 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് UN ഹാബിറ്റാറ്റ് ഓഫീസ്. 2,50,000 ഘനമീറ്ററിലധികം വെള്ളം ലാഭിക്കുക ലക്ഷ്യം. കനത്ത ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ തൊഴിലുടമകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം. ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മരണത്തിലേക്കും വരെ നയിച്ചേക്കാമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച കേസിൽ ഇൻഫ്ലുവൻസർക്ക് 1 വർഷം തടവും 200 ദിനാർ പിഴയും വിധിച്ച് കോടതി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഫോൺ കണ്ടുകെട്ടാനും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പരിമിതമായ അളവിൽ മാംസം, മൃഗത്തീറ്റ എന്നിവ കൊണ്ടുവരാം. മുനിസിപ്പാലിറ്റിക്കാര് കൃഷിമന്ത്രി വെയിൽ അൽ മുബാറക് പുറത്തിറക്കിയ പുതിയ തീരുമാനത്തിലാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചത്.